മമ്മൂക്കയുടെ ഹെൽത്തൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കളങ്കാവൽ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് മമ്മൂക്ക എത്തുമെന്നും പാട്രിയോട്ട് സിനിമയുടെ സെറ്റിലേക്ക് മമ്മൂക്ക ഉടനെ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഇടുക്കി ഷെഡ്യൂൾ ഈ വരുന്ന 28-ാം തീയതി റാപ്പാകും. അടുത്ത ഷെഡ്യൂൾ സെപ്റ്റംബർ 10-ന് കൊച്ചിയിലാണ് തുടങ്ങുന്നത്. പൃഥ്വിരാജിൻ്റെ ഇമീഡിയറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. SSMB 29, ഖലീഫ, സന്തോഷ് ട്രോഫി, കാലിൻ എന്നീ സിനിമകളാണ്. ലോക സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇവൻറ്റും പ്രീ റിലീസ് ഇവൻറ്റും ഇന്നുണ്ടാവും. ലോക സിനിമയ്ക്ക് സെൻസർ ചെയ്തതിന് ശേഷം US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 30 മിനിറ്റുമാണ്. മലയാളത്തിൽ നിന്നും പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആരംഭം കൂടിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസും ചേർന്നാണ്. ഒക്ടോബർ 2-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ DS ഹീറ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഉടനെ പുറത്തു വരും. സിനിമയുടെ ടീസറിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA 60+ സർട്ടിഫിക്കറ്റാണ് സിനിമയുടെ ടീസറിന് കൊടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് 47 സെക്കൻഡ് സിനിമയുടെ ടീസറിന് ദൈർഘ്യമുണ്ട്. ഓണം ഹോളിഡേയ്സിൽ സിനിമയുടെ ടീസർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നെസ്ലൻ അമൽ നീരദ് പടത്തിലും അമൽ നീരദ് ലാലേട്ടനെ വെച്ച് സംവിധാനം ചെയ്യാൻ പോകുന്ന പടത്തിലും ലാലേട്ടൻ്റെ L365 എന്ന സിനിമയിലും ഷൈൻ ടോം ചാക്കോയെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രദീപ് രംഗനാഥൻ്റെ ലിക്ക് അഥവാ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയുടെ ഫസ്റ്റ് പഞ്ച് വീഡിയോ ഈ വരുന്ന 27-ാം തീയതി പുറത്തു വരും. പ്രദീപ് രംഗനാഥൻ്റെ ഡ്യൂഡ് എന്ന സിനിമയുടെയും ഫസ്റ്റ് സിംഗിള് ഓഗസ്റ്റ് 28-ന് റിലീസ് ചെയ്യും. ഈ 2 സിനിമകളും ഇപ്പോൾ ദീപാവലി റിലീസാണ്. എന്തായാലും ഏതെങ്കിലും ഒന്ന് മാറ്റാൻ ചാൻസ് ഉണ്ട്. മദ്രാസി സിനിമയുടെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും ഇന്നുണ്ടാവും. സെപ്റ്റംബർ 5-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കാർത്തിയുടെ മാർഷൽ സിനിമയിൽ നിന്നും നിവിൻ പോളി പിന്മാറിയിട്ടുണ്ട്. ഡേറ്റ് ഇഷ്യൂ കാരണമാണ് നിവിൻ പോളി പിന്മാറിയത്. നിവിൻ പോളിക്ക് പകരം ആദി എന്ന നടനാണ് ഇനി ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. AK-64 അതുപോലെ ലോകേഷ് കനകരാജ്, കമൽഹാസനെ, രജനീകാന്തിനെ വെച്ച് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് 2 ആഴ്ചകൾക്കുള്ളിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒപ്പം സിനിമയുടെ ഹിന്ദി റീമേക്കിൻ്റെ ഷൂട്ടിംഗ് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അക്ഷയ് കുമാറും സൈഫ് അലി ഖാനുമാണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. പ്രിയദർശനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. പൃഥ്വിരാജിൻ്റെ നോബഡി സിനിമയുടെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതുവരെ നോബഡി എന്നാണ് സിനിമയുടെ ടൈറ്റിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്ന ഫസ്റ്റ് ലുക്കിൽ ഐ നോബഡി എന്നാണ് സിനിമയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ പോലീസുകാരൊക്കെ കാണുന്നുണ്ട്. ഒരു സംഘർഷാവസ്ഥയിലേക്ക് പൃഥ്വിരാജ് പോകുന്ന പോലെയാണ് ഈ ഒരു പോസ്റ്ററിൽ പൃഥ്വിരാജിൻ്റെ ബാക്ക് ഷോട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് സിനിമ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആവാനും ചാൻസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ചത്തപ്പച്ച എന്ന സിനിമയുടെ ഒരു മേജർ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സിനിമയിൽ വരാൻ പോകുന്ന ക്യാമിയോയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് സിനിമയുടെ ടീം. സിനിമയുടെ ഭാഗത്തു നിന്ന് അർജുൻ അശോകൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ലോബോ എന്നാണ് സിനിമയിലെ അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. നിലവിൽ ടിക്കി ടാക്ക സിനിമയുടെ ഷൂട്ടിംഗ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനം വരെ സിനിമയുടെ പാലക്കാട് ഷെഡ്യൂൾ ഉണ്ടാവും. സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ കോയമ്പത്തൂരിലായിരിക്കും. മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമയുടെ 53 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ഉടനെ പുറത്തു വരും. സർട്ടിഫിക്കറ്റാണ് സിനിമയുടെ ടീസറിന് കൊടുത്തിട്ടുള്ളത്. ജഗൻ, ഷാജി കൈലാസ്, ദിലീപ് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ തുടങ്ങുമെന്നാണ് പറയുന്നത്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.